ഞാനിത് ഇത്തരത്തിലുള്ള കുറെ ചോദ്യങ്ങൾ കാണും. പക്ഷെ അത് ഞാൻ പലപ്പോഴും ആലോചിക്കും, എന്തിനാണ് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നതെന്ന് ചിന്തിച്ചു പോകുന്ന ചില ചോദ്യങ്ങളാണ്. പക്ഷേ ഞാൻ അതിന്റെ ആ ചോദ്യത്തിനെ ചെറുതാക്കി കാണുന്നതല്ല. ആ ചോദ്യത്തിൽ സ്വാഭാവികമായിട്ടും ആ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് ഒരു ക്യൂരിയോസിറ്റിയാണ്. ആ ക്യൂരിയോസിറ്റിയാണ് അവരത് എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, എൻ്റെ ഒരു വീഡിയോ സ്ഥിരമായി കാണുന്ന ഒരാളാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എനിക്ക് വളരെ എപ്പോഴും ആ ചോദ്യങ്ങൾക്കും വീഡിയോസിനും പ്രതികരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ ചോദ്യം എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എനിക്ക് ക്വസ്റ്റ്യൻ പരലോകത്ത് നിന്നാണോ പറയുന്നത് എന്നൊരു ആളൊരു ക്വസ്റ്റ്യൻ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്. എന്താണ് പുള്ളി ഉദ്ദേശം എന്നറിയില്ല. ഇത്തരം പരിഹാസങ്ങളെ അർഹിക്കുന്ന പുച്ഛത്തോടെ ഞാൻ തള്ളിക്കളയുന്നു. ഈ നല്ല ആള് വീഡിയോസ് കണ്ട് നല്ല രീതിയിൽ ഇരിക്കുന്നവരെയും കൂടെ മടുപ്പിക്കുന്ന രീതിയിലുള്ള ചില ആളുകളുണ്ട്. അവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് എന്തും ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഇതൊക്കെ. അടുത്തത് ചോദ്യം, കന്നിമൂല പൂജാമുറി വന്നാൽ കുഴപ്പമുണ്ട്. ഇത് വലിയൊരു ചോദ്യമാണ്. ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കന്നിമൂലയിൽ പൂജാമുറി വരരുത്. അപ്പൊ ഒരാൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വിളിച്ചു ചോദിച്ചു, കന്നിമൂലയിൽ പൂജാമുറി വന്നാൽ എന്താണ് കുഴപ്പം? മനസ്സിലായില്ലേ? എന്താണ് കുഴപ്പം? ഒറ്റ കുഴപ്പം ഞാൻ പറഞ്ഞു തരാം. കന്നിമൂലയിൽ പൂജാമുറി വന്നാൽ ഡിപ്രഷൻ ഉണ്ടാവും, ഒന്നാമത്തെ കുഴപ്പം. രണ്ടാമത്തെ കുഴപ്പം ഫിനാൻഷ്യൽ ലോസ്. ഞാൻ എപ്പോഴും കോമൺ മാൻസ് ലൈഫ്, അതാണ് എൻ്റെ മോട്ടോ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും വാസ്തുവൊക്കെ ഈ കോമൺ മാന് വേണ്ടിയിട്ടുള്ള, സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള വാസ്തുവാണ് എനിക്ക്. അല്ലാതെ ഓരോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില എക്സ്ട്രാ ഓർഡിനറി ആൾക്കാരുടെ വേണ്ടിയുള്ള വാസ്തു ഒന്നും ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല. ആൻഡ് ദ വെൽ ബി ഇൻ ദ നോർത്ത് വെസ്റ്റ് കോർണർ, അയ്യോ ഒരിക്കലും പാടില്ല. ഒരുപാട് തവണ എടുത്ത് പറഞ്ഞ കാര്യമല്ലേ. ഒരിക്കലും വായുകോൺ ഭാഗത്ത് വെല്ല് വരാൻ പാടില്ല. അത് വീട്ടിലെ സ്ത്രീകളുടെ ആരോഗ്യത്തിനെ ബാധിക്കും. കിണറിന് വെയിറ്റ് ഇല്ലേ, അതിനകത്ത് കൂടുന്ന കപ്പിക്ക് വെയിറ്റ് ഇല്ലേ, തൂക്കിയിടുന്ന തൊട്ടി താഴോട്ടിടുമ്പോൾ തൊട്ടിക്ക് വെയിറ്റ് ഇല്ലേ, തൊട്ടി എടുത്ത് സൈഡ് വെക്കുമ്പോൾ തൊട്ടിക്ക് വെയിറ്റ് ഇല്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ പരിഹസിക്കാൻ പറയുന്നതല്ല. അതിനകത്തൊരു ഔചിത്യക്കുറവുണ്ട്. അതുകൊണ്ടാണ്. പൂജാമുറി ബെഡ്റൂമിൽ പ്രാർത്ഥിക്കാമോ? അതിനെന്താ കുഴപ്പം? നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും, നിങ്ങൾ ബാത്റൂമിൽ ഇരുന്ന് വേണമെങ്കിലും പ്രാർത്ഥിച്ചോ, എവിടെ ഇരുന്നാലും ദൈവത്തിന് പ്രാർത്ഥിക്കാമല്ലോ. നിങ്ങൾ എന്തിനാണ് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു സ്ഥാനം ചിന്തിക്കുന്നത്? വളരെ പരിഹാസകരമായിട്ടുള്ള ചോദ്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ വാസ്തു, നമ്മൾ ഒരിക്കലും തെരുവിൽ കിടക്കുന്ന ആളുകളുടെ വാസ്തു ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. വീട് ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് വാസ്തു പറയുന്നത്. അല്ലാതെ KSRTC ബസ് സ്റ്റാൻഡിലല്ല, നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി കിടന്നോ. അങ്ങനെ കിടക്കുന്നവർക്കിന്റെ കാര്യം വാസ്തു നമുക്ക് പറയേണ്ട ആവശ്യവുമില്ല. ഉപ്പൻ ചെമ്പോത്ത് എന്ന ബേർഡിനെ വീട്ടു പരിസരത്ത് കണ്ടാൽ നല്ലതാണെന്ന് പറയുന്നത് ശരിയാണോ? പ്ലീസ് റിപ്ലൈ. തീർച്ചയായിട്ടും ഉപ്പൻ വളരെ നല്ലതാണ്. ഉപ്പനെ പലപ്പോഴും വൈൽഡ് ആനിമലിന്റെ കൂട്ടത്തിലാണ് പെടുത്തുന്നെങ്കിലും ഉപ്പൻ ഏറ്റവും സാത്വികമായിട്ട് നമ്മൾ വാസ്തുവിന്റെ ആംഗിളിലായാലും മറ്റ് ലക്ഷണശാസ്ത്രത്തിൽ പറഞ്ഞാലും ഉപ്പനെ വളരെ ഒരു നല്ല പോസിറ്റീവ് സൈനായിട്ടാണ്. ഉപ്പൻ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്, അത് മനസ്സിലാക്കുക. അടുപ്പ് സിംഗിൾ നമ്പർ ആയാൽ കുഴപ്പമുണ്ടോ? അമ്മൂമ്മമാർ പറയുന്ന ചില കാര്യങ്ങളിൽ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം, അടുപ്പിന്റെ എണ്ണം കുറഞ്ഞാൽ വീട്ടിൽ ലുബ്ധതയാണ് എന്ന് പറയുന്നുണ്ട്. ഹായ്, നമസ്കാരം. വാസ്തുഗ്രഹത്തിന്റെ ഒരു വിശേഷപ്പെട്ട എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഓൺ വേ ആയാൽ ശരിയാവില്ല. അറിയാലോ, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നത് രണ്ട് ആളുകൾ തമ്മിലായിരിക്കണം, അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ തമ്മിലായിരിക്കണം, അല്ലേ? അപ്പം നമ്മൾ ഈ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ പോലെയാണ് പലരും ചിന്തിക്കുന്നത്. കാര്യം പക്ഷേ എൻ്റെ മുമ്പിൽ നിങ്ങളൊരു ഓഡിയൻസ്, വലിയ വിശാലമായ ഒരു ഓഡിയൻസ് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അതൊരു 2 വേ കമ്മ്യൂണിക്കേഷൻ ആക്കാനാണ് ഞാൻ സാധാരണ ശ്രമിക്കാറ്. പക്ഷേ ഇനി നിങ്ങൾക്ക് എന്നോട് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമൻസിൻ്റെ ഫോമിൽ മാത്രമേ പറ്റുള്ളൂ. നല്ല രീതിയിൽ വാസ്തുഗ്രഹം തുടങ്ങിയ കാലം മുതൽ തന്നെ നല്ല രീതിയിൽ കമൻസ് ഇടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അവരാണ് ഈ ചാനലിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അവർ നല്ല കമൻസ് ഇടും, സജഷൻസ് ചോദിക്കും, ചിലപ്പം ഡൗട്ടുകൾ ചോദിക്കും. ഇപ്പം എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. പക്ഷേ എല്ലാ കമൻസിനും മറുപടി കൊടുക്കാൻ പറ്റാറില്ല. പക്ഷെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം എന്ന് പറയുന്നത് ഒരു വലിയ വീഡിയോയുടെ വിഷയമായിട്ട് മാറാറുമുണ്ട്. അപ്പം അങ്ങനെ പിന്നെ ചിലരുണ്ട് വെറുതെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ പരിഹസിക്കാൻ വേണ്ടി മാത്രം കമൻ്റ് ഇടുന്നത്. അത്തരം ആരുടെ കമൻസിന് ഞാൻ അത്ര വില കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. കാര്യം അവർ നമുക്ക് വേണ്ടി ഒന്നും ക്രിയേറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അവരെന്തിനാണ് കമൻസ് ഇടുന്നതെന്ന് പോലും പലപ്പോഴും എനിക്കറിയില്ല.
അവർ ഈ വീഡിയോ മൊത്തം കണ്ടിട്ടാണ് കമൻസ് ഇടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. അപ്പം അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ താല്പര്യവുമില്ല. പക്ഷെ ഒരു സ്ഥിരമായി കമൻസ് ഇടുകയും സ്ഥിരമായി വാല്യുബിൾ ആയിട്ടുള്ള സജഷൻ തരികയും കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ രീതിയിൽ നല്ല വിമർശനങ്ങൾ പറയുന്നവരൊക്കെയുണ്ട്. അവരോടൊക്കെ വളരെ സിൻസിയർ ആയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എനിക്കുണ്ട്. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, അവർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ വീഡിയോസ് ഇങ്ങനെ സ്ഥിരമായിട്ട് എനിക്ക് ചെയ്യാനുള്ളൊരു പ്രചോദനം വരുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് കമൻസുകൾ വന്നതിൽ നിന്ന് നല്ല കുറേ കമൻസ് എടുത്തിട്ട് ഞാൻ അതൊരു വീഡിയോ ആക്കി മാറ്റുകയാണ്, നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഓരോ കമൻസിനും വിശാലമായിട്ടുള്ള ഉത്തരങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് ഓരോ കമൻസിലേക്ക് കടക്കാം. അടുപ്പ് സിംഗിൾ നമ്പർ ആയാൽ കുഴപ്പമുണ്ടോ? ഈ ബേസിക്കലി ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇപ്പം അടുപ്പെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഗ്യാസിലേക്കും അല്ലെങ്കിൽ മോഡേൺ സോഴ്സ് ഓഫ് കുക്കിങ്ങിലേക്കൊക്കെ നമ്മൾ മാറിക്കഴിഞ്ഞു. അപ്പം മൈക്രോവേവ് ഓവൻ പോലെയുള്ള ഇൻഡക്ഷൻ കുക്കർ പോലുള്ള കുക്കിംഗ് റേഞ്ച് പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ മാറി തുടങ്ങിയ സ്ഥിതിക്ക് അടുപ്പ് പ്രതീകാത്മകമായി അടുപ്പ് വയ്ക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കണം ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഈ അടുപ്പ് ഒരു നമ്പർ ആയിട്ട് വെച്ചാൽ, സിംഗിൾ നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒറ്റ സംഖ്യയിൽ അടുപ്പ് ആയാൽ കുഴപ്പമുണ്ടോ എന്നുള്ളതായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മളിതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളിപ്പോൾ ഇത് ന്യൂമറോളജിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനൊരു ന്യൂമറോളജിസ്റ്റ് കൂടെയാണ്. അപ്പം ഞാനത് പ്രാക്ടീസിൽ ഞാൻ പറയാറില്ലെങ്കിലും ഒരുപാട് ഇത് അറിയാമെന്നുള്ള പല വ്യക്തികളും എന്നെ കോൺടാക്ട് ചെയ്യും. ന്യൂമറോളജിക്കലായിട്ടുള്ള അഡ്വൈസുകളൊക്കെ ഞാൻ കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ന്യൂമറോളജി പ്രകാരം ചില നമ്പറുകൾ ചില ആളുകൾക്ക് ഫേവറബിൾ ആയി വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിലേക്കൊക്കെ കൊണ്ട് അപ്ലൈ ചെയ്യുന്ന ഒരു രീതി നമുക്കുണ്ട്. ഇപ്പം ഇതെല്ലാം ബേസിക്കലി ഒക്കൾട്ട് സയൻസുകളുടെ ഭാഗമായതുകൊണ്ട് തന്നെ പലതും നമ്മൾ മിക്സപ്പ് ചെയ്യാറുന്ന ഒരു പതിവുണ്ട്. അപ്പം ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇത്തരം ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാവുന്നുമുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മൾ എന്തിനാണ് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് അടുപ്പുകൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഗ്യാസിൽ മൾട്ടിപ്പിൾ ബർണേഴ്സ് എന്തിനാണ് കൊടുക്കുന്നത്? ഒരേ സമയം പാരലലി 2-3 കുക്കിംഗ് പ്രോസസ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം ചായ ഇടുമ്പോൾ ഒരു വശത്ത് വെള്ളം തിളപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പുറത്ത് പാല് കാച്ചുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്ന പോലെ നമ്മുടെ ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൾട്ടിപ്പിൾ അടുപ്പുകളിലേക്ക്. ഇത് തന്നെയാണ് പഴയ കാലഘട്ടങ്ങളിൽ ഞാൻ ഒരടുപ്പുള്ളത്, 2 അടുപ്പുള്ളത്, 5 അടുപ്പുള്ളത്, 6 അടുപ്പുള്ളതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പല തറവാടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് ഒരു സമയം നമ്മുടെ റിക്വയർമെന്റ്, നമ്മൾ പർപ്പസ് ഡ്രിവൺ ആയിരിക്കണം എപ്പോഴും. കിച്ചന്റെ കാര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമുക്ക് എങ്ങനെയാണ് അത് വേണ്ടത്, അതിന്റെ പർപ്പസിനനുസരിച്ചിട്ട് വേണം ഇതിന്റെ എണ്ണമൊക്കെ ഫിക്സ് ചെയ്യാൻ. അവിടെ ഒരു വാസ്തു മാനദണ്ഡം ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. വാസ്തു മാനദണ്ഡം ഇല്ല അതിന്, ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ പണ്ട് നമ്മൾ ഈ അമ്മൂമ്മ അറിവുകൾ എന്നൊക്കെ പറയും. അമ്മൂമ്മ അറിവുകൾ എന്ന് വെച്ചാൽ അമ്മൂമ്മയുടെ നമ്മുടെ അമ്മൂമ്മ പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളെ എക്സ്പീരിയൻസ് ആണ്. അമ്മൂമ്മമാർ പറയുന്ന ചില കാര്യങ്ങളിൽ പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം, അടുപ്പിന്റെ എണ്ണം കുറഞ്ഞാൽ വീട്ടിൽ ലുബ്ധതയാണ് എന്ന് പറയുന്നുണ്ട്. കാര്യം നമുക്കിപ്പോൾ 6 അംഗങ്ങളുള്ളൊരു വീടാണെങ്കിൽ നിങ്ങൾ ഒരു നാഴി അരിയിൽ 6 അംഗങ്ങളെ ഫീഡ് ചെയ്യാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യും അവസ്ഥ? അപ്പോൾ അതൊരു ലുബ്ധതയാണ്. അപ്പോൾ അടുക്കളയിൽ പിശുക്കിയാൽ മൊത്തത്തിൽ ലൈഫിലും പിശുക്ക് വരുമെന്നാണ്. അപ്പോൾ നമ്മുടെ ഈ സമ്പന്നത എന്ന് പറയുന്നത് തന്നെ വയറ് ഉണ്ട് നിറയുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് നമ്മൾ പഴയ കാലത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മളതിനെ വേറെ ഫാഷനിൽ പലതും പറയുന്നുണ്ട്. നമുക്ക് പക്ഷെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ബേസിക്കലി ഇതിനകത്തുള്ളൊരു കാര്യം. അപ്പം നമ്മൾ ഈ കിഴക്ക് ചില സ്ഥലങ്ങളിൽ കിച്ചൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയും സൗത്ത് ഈസ്റ്റിലാണ് കിച്ചൺ വെക്കേണ്ടതെന്ന് പറയുമ്പോൾ ഈ അഗ്നികോളിൽ അടുപ്പുള്ളത് എപ്പോഴും നല്ലത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് അടുപ്പിന്റെ എണ്ണത്തിനെ പറ്റി അങ്ങനെ ബോധേഡാവണ്ട. നിങ്ങൾക്ക് അടുപ്പ് എന്ന് പറയുന്നത് പ്രതീകാത്മകമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരെണ്ണം കൊടുത്തോളൂ. നിങ്ങൾക്കത് ആവശ്യത്തിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അജണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അത് ഇരട്ടസംഖ്യ ആയതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അത് പ്രത്യേകിച്ച് ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം അത് ശ്രദ്ധിക്കുക. ആവശ്യം എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് വടക്ക് പടി. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാനിത് ഇത്തരത്തിലുള്ള കുറേ ചോദ്യങ്ങൾ കാണും. പക്ഷെ അത് ഞാൻ പലപ്പോഴും ആലോചിക്കും, എന്തിനാണ് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നതെന്ന് ചിന്തിച്ചു പോകുന്ന ചില ചോദ്യങ്ങളാണ്. പക്ഷേ ഞാൻ ആ ചോദ്യത്തിനെ ചെറുതാക്കി കാണുന്നതല്ല. ആ ചോദ്യത്തിൽ സ്വാഭാവികമായിട്ടും ആ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് ഒരു ക്യൂരിയോസിറ്റിയാണ്. ആ ക്യൂരിയോസിറ്റിയാണ് അവരത് എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, എൻ്റെ ഒരു വീഡിയോ സ്ഥിരമായി കാണുന്ന ഒരാളാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എനിക്ക് വളരെ എപ്പോഴും ആ ചോദ്യങ്ങൾക്ക് വീഡിയോസിനും പ്രതികരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ ചോദ്യം എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വടക്ക് പടിഞ്ഞാറ് സെപ്റ്റിക് ടാങ്കിന് മുകളിൽ വിറക് പുര സ്റ്റോറേജ് കെട്ടാമോ എന്നൊരു ചോദ്യമാണ്. ഇതിനകത്ത് യാതൊരുവിധ തടസ്സവും ഇല്ല. ഈ സെപ്റ്റിക് ടാങ്കിന് മുകളിൽ എന്ന് പറയുന്നത് സെപ്റ്റിക് ടാങ്ക് ആക്സസിബിൾ ആയിരിക്കണം. ഒന്നാമത് മാൻഹോള് നമുക്ക് കൃത്യമായിട്ട് ആക്സസിബിൾ ആയിരിക്കണം.
കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻഹോള് നമുക്കിത് ക്ലീനിങ്ങിനൊക്കെ അല്ലെങ്കിൽ പമ്പിങ് ഔട്ടിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ മാൻഹോൾ ആക്സസിബിൾ ആക്കി പക്ഷെ അതിന്റെ പുറത്ത് നിങ്ങൾ സ്റ്റോറേജ് വെക്കുകയോ അല്ലെങ്കിൽ സ്റ്റോറേജ് വെക്കാനായിട്ടുള്ള കൃത്യമായിട്ട് ഈ ടാങ്കിനെ ഡാമേജ് ചെയ്യാത്ത രീതിയിൽ വേണം ഇതെല്ലാം ചെയ്യാൻ. അതിനുള്ള ഫൗണ്ടേഷനും കാര്യങ്ങളും അല്ലെങ്കിൽ പ്രൊട്ടക്ഷനും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. സ്റ്റോറേജ് നല്ലതാണ് കേട്ടോ. വായവ്യം ഭണ്ഡാരസ്ഥാനം എന്നാണ് പറയുന്നത്. വായവ്യം എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് സ്റ്റോർ മുറിക്ക് പൊസിഷൻ ഉള്ളതാണ്. അതുകൊണ്ട് സ്റ്റോറേജ് വെക്കുന്നുണ്ടെന്ന് യാതൊരു തടസ്സവും. പിന്നെ വിറക് പുര കെട്ടുന്നതെന്ന് പറയുമ്പോൾ അത് ഒരു തരത്തിൽ വിറക് പുര എന്ന് പറയുമ്പോൾ തീ കത്തിക്കലൊന്നും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതും ഒരു ഫോം ഓഫ് സ്റ്റോറേജ് ആയിട്ട് മാത്രം എടുത്താൽ മതി. ആ ഒരു ആംഗിളിൽ അതും ചെയ്യാൻ കേട്ടോ. അപ്പൊ അത് വടക്ക് പടിഞ്ഞാറേ ഭാഗത്ത് സെപ്റ്റിക് ടാങ്കിന് മുകളിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു തടസ്സം ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. അതിന് വിശദമായിട്ട് ഈ നല്ലൊരു ചോദ്യമായതുകൊണ്ട് തന്നെ അത് ബാക്കിയുള്ളവരും കൂടെ കേൾക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം അടുത്തത് ചോദ്യം, കന്നിമൂല പൂജാമുറി വന്നാൽ കുഴപ്പമുണ്ട്. ഇത് വലിയൊരു ചോദ്യമാണ്. ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കന്നിമൂലയിൽ പൂജാമുറി വരരുത്. അപ്പൊ ഒരാൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വിളിച്ചു ചോദിച്ചു, കന്നിമൂലയിൽ പൂജാമുറി വന്നാൽ എന്താണ് കുഴപ്പം? മനസ്സിലായില്ലേ? എന്താണ് കുഴപ്പം? ഒറ്റ കുഴപ്പം ഞാൻ പറഞ്ഞു തരാം. കന്നിമൂലയിൽ പൂജാമുറി വന്നാൽ ഡിപ്രഷൻ ഉണ്ടാവും. ഒന്നാമത്തെ കുഴപ്പം. രണ്ടാമത്തെ കുഴപ്പം ഫിനാൻഷ്യൽ ലോസ്. ഈ രണ്ടും ഉറപ്പായിട്ടും ഉണ്ടാവും. കന്നിമൂല പൂജാമുറി വയ്ക്കുന്നത് കന്നിമൂലയിൽ പൂജാമുറി പാടില്ല എന്ന് തന്നെ മനസ്സിലാക്കുക. ഇനി ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ പൂജാമുറി വീട്ടിൽ എവിടെ വേണമെങ്കിലും ആവാം, എല്ലായിടത്തേക്കും ദർശനം വരുന്ന ആ ഭാഗമായിരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ആ ഒരു ആംഗിളിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ കന്നിമൂലയെ വച്ചൂടെ എന്ന് ചോദിച്ച ഒരാളും ഉണ്ട്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പറയാൻ പറ്റുന്ന കാര്യം, ഞാൻ കന്നിമൂലയെ പറ്റിയാണ് പറയുന്നത്. കന്നിമൂല ഭാഗം അടഞ്ഞിരിക്കണം, അല്ലെങ്കിൽ കന്നിമൂല ഭാഗത്ത് കൃത്യമായ അടപ്പും തുറപ്പുള്ള അടപ്പുള്ളൊരു മുറി, അടമാനമുള്ളൊരു മുറി വേണം എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ ആ മുറിയെ പൂജാമുറിയാക്കി മാറ്റരുതെന്ന് കൂടെ ഞാൻ പറഞ്ഞോട്ടെ. കഴിയുന്നതും നിങ്ങളത് ഒഴിവാക്കുക. കന്നിമൂല ദൈവസാന്നിധ്യത്തിനേക്കാളും മറ്റ് ചില എനർജികളുടെ ഒരു സാന്നിധ്യം കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾ അഗിറ്റേറ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് മറ്റു ചില ഉപാസനകളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതിജീവിച്ചൊക്കെ ചെയ്യാൻ കപ്പാസിറ്റി അവര് നമ്മൾ എക്സെപ്ഷണൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവരും സാധാരണക്കാരുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് കന്നിമൂലയിൽ ഉപാസിക്കുന്നവരൊക്കെ ഉണ്ട്. ആ കന്നിമൂലയിൽ ചില ശക്തികൾ ഉപാസിക്കുന്നവരൊക്കെ ഉണ്ട്. അവരോടൊന്നും ഞാൻ അതിനൊന്നും എതിര് പറയുന്നില്ല. അതൊക്കെ വേറെ കാര്യമാണ്. അതും ഞാൻ എപ്പോഴും കോമൺ മാൻസ് ലൈഫ്, അതാണ് എൻ്റെ മോട്ടോ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും വാസ്തുവൊക്കെ ഈ കോമൺ മാന് വേണ്ടിയിട്ടുള്ള, സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള വാസ്തുവാണ് എനിക്ക്. അല്ലാതെ ഓരോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില എക്സ്ട്രാ ഓർഡിനറി ആൾക്കാരുടെ വേണ്ടിയുള്ള വാസ്തു ഒന്നും ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നോർമൽ ലൈഫിൽ പോകുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം കന്നിമൂലയിലെ പൂജാമുറി നല്ലതല്ല. ഇനി വേറൊരു ചോദ്യമുണ്ട്. അതായത്, സാർ വീട് പാലുകാച്ച സമയത്ത് പൂജ ചെയ്യുന്നത് കന്നിമൂല റൂമിൽ ചെയ്താൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. കന്നിമൂല മുറിയിൽ തന്നെയാണ് പൂജ ചെയ്യേണ്ടത്. എപ്പോഴും പ്രിഫറൻസ് അവിടെ തന്നെ ആയിരിക്കണം. പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഹാളിൽ ബ്രഹ്മസ്ഥാനം പോലുള്ള ഏരിയയിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് ചെയ്താലും നല്ലത് തന്നെ. അപ്പം ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ, കന്നിമൂല മുറിയിൽ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് കന്നിമൂല ഭാഗത്ത് തന്നെ, ഇപ്പൊ ഗണപതി ഹോമമാണ് കന്നിമൂലയിൽ ഏറ്റവും പ്രധാനമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്, അത് ചെയ്തിരിക്കണം. അതിനുശേഷം അവിടെ പൂജ ചെയ്യാൻ, ഭഗവതി സേവ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനൊന്നും യാതൊരു തടസ്സവുമില്ല. കന്നിമൂല മുറിയിൽ ചെയ്തോളൂ, അത് നല്ലത് തന്നെയാണ്. അപ്പം കന്നിമൂല മുറി പൂജാമുറി ആ ഒരു കൺവെൻഷൻ എല്ലാവരും പാലിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടത്. അപ്പൊ ഞാൻ ഇതിനെ എടുത്ത് പറഞ്ഞെന്നുള്ളൂ. ചില ആളുകൾ, ചില പോറ്റിമാരൊക്കെ ഈ വീടിന്റെ ഹാളിൽ സെന്ററിൽ പോയി എന്ന് ചെയ്താൽ മതി എന്നൊക്കെ, അത് ബ്രഹ്മസ്ഥാനം ലൊക്കേറ്റ് ചെയ്ത് പറയുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ ആചാര്യന് വിട്ടുകൊടുക്കുക. പലപ്പോഴും കാര്യം നമ്മളൊരു ആചാര്യനെയാണ് ഇത് പൂജയ്ക്ക് ചുമതലപ്പെടുത്തുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ആചാര്യന്റെ പ്രിഫറൻസുകൾ നിങ്ങൾക്ക് മാനിക്കേണ്ടി വരും. ഇവിടെ ഇരുന്ന് പൂജിച്ചാലാണ് നല്ലത്, അല്ലെങ്കിൽ ഈ വീട് നോക്കുമ്പോൾ ഇത് വിധിക്കാണ്, അപ്പൊ അവിടെ കന്നിമൂല കൃത്യമായിട്ട് കന്നിമൂല മുറിയിൽ പോയിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വീടിന്റെ ഹാളിൽ ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥാനത്ത് ഇരിക്കാമെന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിലെ, അപ്പോൾ അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റുകൾക്ക് കറക്റ്റായിട്ട് ഒരു സ്ഥാനം വരുന്നുണ്ടെങ്കിൽ ആ നിർദ്ദേശത്തിന് അനുസരിച്ച് നമുക്ക് നിന്ന് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. നമുക്കത് കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യം അത് തന്നെ. കാര്യം ഈ പൂജിക്കാൻ വരുന്ന ആളിന്റെ നിർദ്ദേശങ്ങളെ മാനിക്കുക. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ലിവിങ് കം TV റൂം ചെയ്യാമല്ലോ അല്ലേ? ഇവിടെ ലിവിങ് അഗ്നികോണില്ലാത്ത കാര്യമാണ് പറയുന്നത്. അഗ്നികോണിൽ ബെഡ്റൂം ആകാമോ എന്നുള്ള ചോദ്യത്തിന്റെ ഭാഗമായിട്ട് വന്ന ഒരു ഇതാണ്. ഇവിടെ ലിവിങ് കം TV റൂം ചെയ്യാമോ? തീർച്ചയായിട്ടും ചെയ്യാം, അവിടെ ഒരു കുഴപ്പമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് യാതൊരു പ്രശ്നവുമില്ല. ലിവിങ് കം TV റൂം സൗത്ത് വാളില് TV ഫിക്സേഷൻ ചെയ്ത് പ്ലാൻ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തോളൂ, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ സൗത്ത് വാളിൽ TV വെച്ചത് കൊണ്ടൊന്നും
വാസ്തുപരമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും നിങ്ങളെ തേടി വരില്ല, അങ്ങനത്തെ സംഭവമില്ല. കന്നിമൂലയിൽ എങ്ങനെ വെയിറ്റ് കൊണ്ടുവരാം? അത് നല്ല ചോദ്യമാണ് കേട്ടോ. കന്നിമൂല വെയിറ്റ് കൊണ്ടുവരുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അലമാര കന്നിമൂലയിൽ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലത്തെ നിലയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ വാട്ടർ ടാങ്ക് അവിടെ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ വെയിറ്റ് കൂട്ടുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, വെയിറ്റ് കൂട്ടുമ്പോൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഫൗണ്ടേഷൻ പാർട്ടിൽ അവിടെ നല്ല രീതിയിൽ വെയിറ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫൗണ്ടേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ശ്രദ്ധിക്കണം. അത് വീക്കായിട്ടുള്ള ഏരിയയിൽ ഒരുപാട് ലോഡ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പളിനെതിരാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരിക്കലും ചെയ്യാനും പാടില്ല. കന്നിമൂലയിൽ ധൈര്യമായിട്ട് വെയിറ്റ് കൂട്ടുന്നത് വാസ്തുപരമായിട്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതിന് കാരണമാകും. സെപ്റ്റിക് ടാങ്കിന്റെ സ്ഥാനം പൊസിഷൻ, അപ്പം സെപ്റ്റിക് ടാങ്കിന്റെ അളവ് ചോദിച്ചിട്ടുണ്ട്. അപ്പം അളവ് എത്രയാണ്, ആ അളവ് കഴിഞ്ഞ് എടുത്തുകൂടി എന്നൊക്കെ ചോദിച്ചിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഉദ്ദേശം സെപ്റ്റിക് ടാങ്കിന്റെ അളവായിരിക്കും. അത് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ റെഡിമെയ്ഡ് സെപ്റ്റിക് ടാങ്കുകൾ വാങ്ങിക്കാൻ കിട്ടും. അതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കുക. എനിക്കൊരു വേറൊരു ചോദ്യം, അദ്ദേഹം ടെക്നിക്കലായിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു. വാട്ട് ഈസ് ദ റോൾ ഓഫ് സീസ്മിക് ഫോഴ്സ് ഇൻ ലോ റൈസ്ഡ് ബിൽഡിംഗ് വെയർ ദ ഹൈറ്റ് ഡസ് നോട്ട് ഇൻക്രീസ് ദ വിഡ്ത്ത്? അദ്ദേഹം വളരെ ടെക്നിക്കലായിട്ടൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. സീസ്മിക് ഫോഴ്സ് എങ്ങനെയാണ് ഒരു നില വീടിനെ ആക്ട് ചെയ്യുന്നത്, വിഡ്ത്തിനേക്കാളും ഹൈറ്റ് കൂടാത്ത അവസ്ഥയിൽ എങ്ങനെയാണ് സീസ്മിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? അപ്പം ഇത് വളരെ ടെക്നിക്കലായിട്ടുള്ള ചോദ്യമാണ്. ഞാൻ ഇത്തരം ടെക്നിക്കൽ വീഡിയോക്ക് ഞാൻ കൃത്യമായിട്ട് യുണീക്ക് ബിൽഡേഴ്സിൽ ഇതിനെപ്പറ്റിയുള്ള ടെക്നിക്കൽ വീഡിയോ ഇടും. അതിനുള്ള മറുപടി ഞാൻ അവിടെ തരുന്നതായിരിക്കും. അതിനകത്ത് ഈ വാസ്തു പറയുന്ന സ്ഥലത്ത് നമ്മൾ ഒരുപാട് ഓവറായിട്ട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അതിന് ആ പ്ലാറ്റ്ഫോം എൻ്റെ യുണീക്ക് ബിൽഡേഴ്സ് എന്ന് പറയുന്ന ചാനലിനകത്ത് വിശദമായിട്ട് ഞാൻ അതിന് മറുപടി തരാം. നല്ലൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അതിനകത്ത് ഒരുപാട് സാങ്കേതികമായിട്ട് പറയാനുണ്ട്. അത് കൃത്യമായിട്ട് ആ വീഡിയോയിൽ ഉണ്ടാവും. അടുത്ത്, ക്യാൻ ദ വെൽ ബി ഇൻ ദ നോർത്ത് വെസ്റ്റ് കോർണർ? അയ്യോ, ഒരിക്കലും പാടില്ല. ഒരുപാട് തവണ എടുത്ത് പറഞ്ഞ കാര്യമല്ലേ. ഒരിക്കലും വായുകോൺ ഭാഗത്ത് വെല്ല് വരാൻ പാടില്ല. അത് വീട്ടിലെ സ്ത്രീകളുടെ ആരോഗ്യത്തിനെ ബാധിക്കും. വീട്ടിലെ സ്ത്രീകളുടെ ആരോഗ്യത്തിനെ ബാധിക്കും എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിന്റെ താളം തന്നെ തെറ്റുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വായുകോണിലുള്ള വെല്ല്, ഞാൻ എത്ര സ്ഥലത്ത് മൂടിച്ചിട്ടുണ്ടെന്നറിയാം. എത്ര സ്ഥലത്ത് ചിലത് വളരെ ബുദ്ധിമുട്ടായിട്ട് പറയാം, സാർ അങ്ങനെ മൂടുന്ന ഇത്ര എക്സ്പെൻസ് ആണ്. ഞാൻ പറയും ചെയ്യ് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പിടിച്ച് ചെയ്യിപ്പിക്കും. ചില കേസുകൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാര്യം അതിന്റെ ഗുണം അവർ വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ വെല്ലെന്ന് പറയുന്നത്. അപ്പൊ അത് ദയവ് ചെയ്ത് അത്തരത്തിൽ നിങ്ങൾ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ചെയ്തോളൂ. അത് നിങ്ങൾക്ക് ഗുണകരമായി. പിന്നെ ഈ കെട്ടിത്തിരിച്ച് മണ്ഡലത്തിന്റെ പുറത്ത് കൊണ്ടുപോകുന്നതിനൊക്കെ വേറെ തരത്തിലുള്ള എഫക്റ്റുകളാണത്. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. കഴിയുന്നതും അത് ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. വടക്ക് കിഴക്ക് ഭാഗത്ത് സിറ്റ് ഔട്ട് ആവുന്നതിന് കുഴപ്പമുണ്ട്? ഒരു കുഴപ്പമില്ല, വളരെ നല്ലതാണ്. വടക്ക് കിഴക്ക് ഭാഗത്താണ് സിറ്റ് ഔട്ട് വരേണ്ടത്. കയറുന്ന ഭാഗത്ത് ഓപ്പൺ ആയിട്ട് കുറച്ച് താഴ്ത്തിയും കൂടെ ഇടാൻ പറ്റുമെങ്കിൽ കുറെ കൂടെ നല്ലതായിരിക്കും. പക്ഷെ വീട്ടിൽ പടിചവിട്ടിലോട്ട് കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് വേണ്ട. ഞാൻ പറഞ്ഞാണ്, പണ്ടൊക്കെ നമ്മൾ അങ്ങനെയാണ് സിറ്റ് ഔട്ട് താഴ്ത്തിയാണ് കൊടുത്തിരുന്നത്. പക്ഷെ സിറ്റ് ഔട്ട് ഓപ്പൺ ആയിരിക്കുന്ന വടക്ക് കിഴക്ക് വരുന്ന സിറ്റ് ഔട്ടിനെ ഓപ്പൺ ചെയ്യണം. അത് ക്ലോസ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് ഒക്കെ വെച്ച് ക്ലോസ് ചെയ്തിടുന്ന സിറ്റുവേഷനിലേക്ക് പോകരുത്. നമ്മളതിനെ ഓപ്പൺ ചെയ്തിടുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് സിറ്റ് ഔട്ട് ഗുണങ്ങളെ തരുവുള്ളൂ, പക്ഷെ അത് ഓപ്പൺ ചെയ്തിടണം. ഒരു വേറെ ചോദ്യമാണ്, സാർ വടക്ക് ദർശനമുള്ള വീടാണ്, അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ ഫോട്ടോ വയ്ക്കാം, നേർ കിഴക്ക് സ്ഥാനമില്ല, നേർ വടക്ക് ഒരു വാളുണ്ട്, അവിടെ വയ്ക്കാം എന്ന് തീരുമാനിച്ചു. അതുപോലെ ദൈവം എങ്ങോട്ട് ദർശിച്ചാലേ സ്ഥാപിക്കേണ്ടതെന്ന് പറയാം. ഇതിനകത്ത് എനിക്ക് മനസ്സിലാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ വ്യാഖ്യാനം ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്, പക്ഷേ മലയാളത്തിലാണുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷെ ഇതിനകത്തുള്ള പ്രശ്നം, ഈ ഒരു ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയില്ല എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് പറയാൻ. ഇദ്ദേഹം ഉദ്ദേശിച്ചത്, ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ പടം എങ്ങോട്ട് വയ്ക്കാം എന്നുള്ളതാണ്. നമുക്കെപ്പോഴും ദൈവത്തിന്റെ പടം നമ്മൾ ഒന്നുകിൽ കിഴക്കോട്ട് വയ്ക്കുക അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് വയ്ക്കുക. കാര്യം എന്ന് വെച്ചാൽ കിഴക്കോട്ട് വയ്ക്കുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത് ദൈവം കിഴക്കോട്ട് തിരിഞ്ഞിരിക്കും, കറക്റ്റായിട്ട് ദർശനമായിട്ടിരിക്കും. നമ്മൾ പടിഞ്ഞാറോട്ട് നിന്ന് പ്രാർത്ഥിക്കും. പടിഞ്ഞാറോട്ട് വയ്ക്കുന്നതിന് ഗുണം നമ്മൾ കിഴക്കോട്ട് നിന്ന് പ്രാർത്ഥിക്കും, ദൈവം പടിഞ്ഞാറോട്ട്. ഇതിനകത്ത് താന്ത്രികമായിട്ടുള്ള പ്രതിഷ്ഠാ സംവിധാനത്തിൽ ഓരോ മൂർത്തിക്കും ഓരോ ദർശനം എന്ന് പറയുന്നത് പോലെയൊന്നും വീട്ടിലെ പൂജാമുറിക്ക് സിഗ്നിഫിക്കൻസ് ഇല്ല. ഇവിടെ ഞാൻ നേരത്തെ ഇത് വലിയ വിഷയമാണ്, ഒരുപാട് നേരം പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
ആ പൂജാമുറിയെ പറ്റിയുള്ള വീഡിയോ ഒന്നൊന്ന് കണ്ടു നോക്കുക. അപ്പം അതിനകത്ത് നമ്മൾ ദൈവത്തിന് ഓരോ ദർശനം ദൈവത്തിന് നമ്മൾ ഫോമായിട്ട് കണ്ടല്ല. ഈ ഒരു പടം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഉള്ളിൽ ആ ഒരു ദൈവത്തിനെ കുറിച്ചുള്ള ഫീലിംഗ് കിട്ടാനാണ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മൂർത്തിയോട് നമുക്ക് തോന്നുന്ന ആ ഒരു സ്നേഹവും ഭക്തിയും ഒക്കെ കൂടാൻ വേണ്ടിയിട്ടാണ് ഈ പടം എന്ന് പറയുന്നത്. അത് ഓരോ ആർട്ടിസ്റ്റിന്റെ ഭാവനയിലുള്ള സംഭവമാണ് ഈ പടം എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും ആ രൂപത്തിലാണോ ദൈവം എന്നുള്ള ചോദ്യത്തിൽ നിന്നും മറുപടി പറയാൻ നമുക്ക് പറ്റും. കാരണം അത് ഐക്കണോഗ്രഫി പ്രിൻസിപ്പിൾ പ്രകാരം, ശില്പശാസ്ത്ര പ്രകാരം കൃത്യമായിട്ട് നിർവചനങ്ങളുണ്ട്. ഓരോ മൂർത്തികളെയും എങ്ങനെയാണ് കൊത്തേണ്ടത്, അതിന് എത്ര ഹൈറ്റ് വേണം, അതിനെങ്ങനെ വേണം എന്നൊക്കെയുള്ള കൃത്യമായ നിർവചനം വാസ്തുവിലുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ വീട്ടിൽ പ്രതിഷ്ഠ ചെയ്യുന്നില്ലല്ലോ. അത് ദേവാലയത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് വീട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പടമോ ഒരു ബിംബമൊക്കെ വയ്ക്കുന്നത് ഐക്കണ പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ള ഒന്നും അല്ല. അപ്പൊ അവിടെ ഒരു റിമംബറൻസ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിനെ മനസ്സിൽ സങ്കല്പിക്കാനും മെഡിറ്റേറ്റ് ചെയ്യാനും ഒക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് നിങ്ങൾ ഒരുപാട് ദർശന കോൺസെപ്റ്റ് ഒന്നും ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. വീടിന്റെ പടിക്കെട്ട് എവിടെ വയ്ക്കണം, അതിന് എനിക്കൊരു ക്വസ്റ്റ്യൻ, പരലോകത്ത് നിന്നാണോ പറയുന്നത് എന്നൊരു ആളൊരു ക്വസ്റ്റ്യൻ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്. എന്താണ് പുള്ളി ഉദ്ദേശം എന്നറിയില്ല. ഇത്തരം പരിഹാസങ്ങളെ അർഹിക്കുന്ന പുച്ഛത്തോടെ ഞാൻ തള്ളിക്കളയുന്നു എന്നെനിക്ക്. കാര്യം ഇത്തരം ആളുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ കമന്റ് ഇടുന്നതുകൊണ്ടെന്ന് നമുക്കറിയില്ല. കാര്യം അവർക്ക് ഗുണമുണ്ടോ എനിക്കും ഗുണമുണ്ടോ എന്ന്, രണ്ടുപേർക്കും ഗുണവും ഇല്ല ദോഷവും ഇല്ലാത്ത ഒരു കാര്യം എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയില്ല. നിങ്ങളുടെ സമയം കളയുകയാണ്. ഇത്രയും കമന്റുകൾ ഇട്ടിട്ട് നിങ്ങളുടെ സമയം വെറുതെ കളയണ്ട. ഞാനിത് വായിച്ച് സമയം കളയുന്നതിനോടും എനിക്ക് താല്പര്യമില്ല. ഇത് ഇത്തരത്തിലുള്ള യുദ്ധത്തിനും ഞാൻ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. പരലോകത്ത് എന്തൊക്കെ ചോദിക്കുന്ന ആർക്കറിയാം. ഈ നല്ല ആള് വീഡിയോസ് കണ്ട് നല്ല രീതിയിൽ ഇരിക്കുന്നവരെയും കൂടെ മടുപ്പിക്കുന്ന രീതിയിലുള്ള ചില ആളുകളുണ്ട്. അവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് എന്തും ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഇതൊക്കെ. എന്തിനാണ് ഇതൊക്കെ കമന്റ് ഇട്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പേരൊന്നും പറയുന്നില്ല. ഒരു ചോദ്യം, കിണറിന് വെയിറ്റ് ഇല്ലേ? അത് ഈശാന കോണിൽ വെയിറ്റ് വരാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരാളുടെ മറുപടിയാണ്. കിണറിന് വെയിറ്റ് ഇല്ലേ എന്ന്. കിണറിന് കെട്ടുന്ന ചുറ്റ് ആ ഉറയ്ക്കും ഇതിനൊക്കെ വെയിറ്റ് ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ കിണറിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ജലത്തിന്റെ പ്രാധാന്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ കിണർ വെച്ചു പോയോണ്ട് അവിടെ വെയിറ്റ് വന്നു പോയി എന്ന് പറയുന്നതിനകത്തൊരു ലോജിക്ക് അദ്ദേഹം ചോദിച്ച ടെക്നിക്കലി വേണമെങ്കിൽ വെയിറ്റ് ഉണ്ടെന്ന് തന്നെ എനിക്ക് പറയാം ഉത്തരം. പക്ഷെ അവിടെ അതല്ല. ഒരു വീടിന്റെ കിണറിന്റെ വെയിറ്റ് ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ വെയിറ്റ് എൻഷുർ ചെയ്യുന്ന. ഇപ്പം കിണർ എന്താണ്, അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഇല്ലാതെ കിണർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മണ്ണ് മാത്രം കുഴിച്ച് ചെയ്യണം. നമ്മൾ മണ്ണിടിഞ്ഞ് വിടാതിരിക്കാനും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഉറ ഇറക്കുന്നത്. അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ഈ കെട്ടുന്നത് നമ്മൾ അകത്തേക്ക് ഈ ആംഗിളിലാണ് അതിനകത്ത്. അപ്പൊ അതിന്റെ പ്രാധാന്യം അവിടെയാണെന്ന് മനസ്സിലാക്കുക. അല്ല കിണറിന് വെയിറ്റ് ഇല്ലേ, അതിനകത്ത് കൂടുന്ന കപ്പിക്ക് വെയിറ്റ് ഇല്ലേ, തൂക്കിയിടുന്ന തൊട്ടി താഴോട്ടിടുമ്പോൾ തൊട്ടിക്ക് വെയിറ്റ് ഇല്ലേ, തൊട്ടി എടുത്ത് സൈഡ് വെക്കുമ്പോൾ തൊട്ടിക്ക് വെയിറ്റ് ഇല്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ പരിഹസിക്കാൻ പറയുന്നതല്ല. അതിനകത്തൊരു ഔചിത്യക്കുറവുണ്ട്. അതുകൊണ്ടാണ്. അപ്പം അത്തരത്തില് ചിന്തിക്കേണ്ട. അവിടെ കിണറെന്ന് പറയുന്നത് വെള്ളം, അങ്ങനെയാണെങ്കിൽ വെള്ളത്തിന് വെയിറ്റ് ഇല്ലേ എന്നും കൂടെ നിങ്ങൾ ചോദിച്ചോളൂ. അതും നമുക്ക് വേണമെങ്കിൽ പ്രാക്ടിക്കലി വെള്ളത്തിന് വെയിറ്റ് ഉണ്ടല്ലോ. അപ്പം ഇതെന്താണ് വാസ്തുവിന്റെ പ്രിൻസിപ്പിൾ എന്ന് മനസ്സിലാവാത്തതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ അതിന് മറുപടി പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ് എൻ്റെ മറുപടി. അത്രയേ ഉള്ളൂ. കിച്ചൺ മാസ്റ്റർ ബെഡ്റൂം മറ്റുള്ള റൂമിനേക്കാൾ ചെറുതായാൽ പ്രശ്നമുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാര്യം അങ്ങനെ ഒരു നിർവചനമൊന്നും വാസ്തുവിൽ എവിടെയും ഇല്ല. മാസ്റ്റർ ബെഡ്റൂം എന്നൊരു കോൺസെപ്റ്റ് തന്നെ നമ്മൾ മോഡേൺ ആർക്കിടെക്ചറിൽ കൊണ്ടുവന്നൊരു കോൺസെപ്റ്റാണ്. കന്നിമൂല മുറി എന്ന് പറയുന്നത് സൂതികാഗ്രഹം എന്ന് വാസ്തു പറഞ്ഞിരിക്കുന്നു. നമ്മൾ അതിനെ ബെഡ്റൂം ആക്കി മാറ്റുന്നു. അപ്പം സൂതികാഗ്രഹം വലുതാവണമെന്ന് നിർബന്ധമൊന്നും അന്നില്ലായിരുന്നല്ലോ, ചെറിയ റൂമാണ്. അപ്പൊ അത്തരത്തിൽ റൂം എന്ന് പറയുന്നത് നമ്മൾ അടുക്കളയുമായിട്ട് മറ്റു റൂമിനെക്കാട്ടിയും മാസ്റ്റർ ബെഡ്റൂം ചെറുതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂം എന്താ, ഇത് കോൺസെപ്റ്റ് എന്താണ്? മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ മാസ്റ്ററിന്റെ ബെഡ്റൂം അല്ലെങ്കിൽ ഗ്രഹനാഥൻ ഉപയോഗിക്കുന്ന ബെഡ്റൂമാണ്. അവിടെ എന്തിനാണ് അളവിന്റെ ഒരു സിഗ്നിഫിക്കൻസ് വരുന്നത്? ഗ്രഹനാഥന് ചെറിയ ബെഡ്റൂം മതിയെങ്കിൽ അയക്കോ, അതൊരു കുഴപ്പമില്ല. അത് പ്രാക്ടിക്കാലിറ്റിയാണ്. അവിടെ ഒന്നും വാസ്തുവിൽ ഒരു തരത്തിലുള്ള ഇന്റർഫിയറൻസും ഇല്ലെന്ന് മനസ്സിലാക്കുക. പിന്നെ കിച്ചന്റെ അളവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ കിച്ചൺ ചെറുതാവണോ വലുതാവണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അവിടെയുണ്ട്. ഇനി പൂജാമുറി ബെഡ്റൂമിൽ പ്രാർത്ഥിക്കാമോ? അതിനെന്താ കുഴപ്പം? നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾ ബാത്റൂമിൽ ഇരുന്ന് വേണമെങ്കിലും പ്രാർത്ഥിച്ചോ. എവിടെ ഇരുന്നാലും ദൈവത്തിന് പ്രാർത്ഥിക്കാമല്ലോ. നിങ്ങൾ എന്തിനാണ് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു സ്ഥാനം കാണിച്ചിരിക്കുന്നത്? പ്രാർത്ഥനയ്ക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞ നമ്മൾ പൂജാമുറി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് ചെല്ലുമ്പോൾ
ഫിസിക്കലി നമുക്കുണ്ടാവുന്ന ഫീലിങ്ങും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന സ്മരണകൾക്കും ആശ്രയിച്ച് അവിടെ നമുക്ക് ഒരു പോസിറ്റീവ് എഫക്റ്റ് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഈ ഈശാനത്തിൽ പൂജാമുറി അല്ലെങ്കിൽ ഇന്നതിൽ പൂജാമുറി ഡിഫൈൻഡ് സ്പേസ് ആവുമ്പോഴാണ് ഞാൻ ഈ സ്ഥാനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അല്ലാതെ പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളെപ്പോഴും ദൈവസ്മരണ കണ്ടിന്യൂസ് ഉണ്ടാവുകയല്ലേ വേണ്ടത്. അപ്പം അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും അതിന് സ്ഥാനവും ഒന്നും ചിന്തിച്ച് ഞാൻ അവിടെ പോയിരുന്നേ പ്രാർത്ഥിക്കാവൂ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതൊന്നും വാസ്തുവിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ഇന്ന സ്ഥലത്ത് പോയിരുന്നേ പ്രാർത്ഥിക്കാവൂ എന്നൊന്നും പറയുന്നില്ല. പ്രാർത്ഥിക്കുന്നതിൻ്റെ മനസ്ഥിതിയും നമ്മുടെ മാനസികാവസ്ഥയുമാണ് അതിന് പ്രാധാന്യം, അല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഇതാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു തത്വം. ഒരാള് വാസ്തുബന്ധങ്ങളെ ആരോഗ്യത്തിനെ സമ്പത്തിനെ പറഞ്ഞൊരു വീഡിയോയ്ക്ക് കമന്റ് ചെയ്താണ്, അപ്പോൾ ഒരു സ്ഥലം പോലും ഇല്ലാതെ KSRTC ബസ് സ്റ്റാൻഡിൽ കിടക്കുന്നവർക്ക് ഒരു വാസ്തുവും ആവശ്യം കാണില്ലല്ലോ. നല്ല പരിഹാസകരമായിട്ടുള്ള ചോദ്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരിക്കലും തെരുവിൽ കിടക്കുന്ന ആളുകളുടെ വാസ്തു ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. വീട് ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് വാസ്തു പറയുന്നത്. അല്ലാതെ KSRTC ബസ് സ്റ്റാൻഡിലല്ല, നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി കിടന്നോ. അങ്ങനെ കിടക്കുന്നവർക്കൊരു കാര്യം വാസ്തു നമുക്ക് പറയേണ്ട ആവശ്യവുമില്ല. നിങ്ങൾ ഈ വെളിയിൽ കിടക്കുന്ന ഒരാളുടെ വാസ്തു പറയുന്നതിൻ്റെ ആവശ്യം എന്താണ്? അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ അവിടെ പോയി കിടക്കുക എന്ന് പറയുന്നത് അയാൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് അയാൾ ചിലപ്പം പല സ്ഥലങ്ങളും തിരഞ്ഞെടുത്തിരിക്കും. അവിടെ എല്ലാം പോയി വാസ്തു കറക്റ്റായി നോക്കിയോ അങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി ജീവിക്കാൻ പറ്റില്ല. വീട് വയ്ക്കുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോഴാണ് ഒരു കാര്യത്തിനെ റിപ്പീറ്റ് ചെയ്യുന്ന ആക്ഷൻ നടക്കുന്ന സ്ഥലം. കുക്കിംഗ് റിപ്പീറ്റേഷൻ പ്രോസസ്സാണ്. അപ്പം ദർ ഈസ് എ പൊസിഷൻ. വീട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു പ്രത്യേക സ്ഥാനം റിപ്പീറ്റേഷൻ പ്രോസസ്സാണ്. അപ്പം ഇന്ന സ്ഥലത്ത് കിടക്കാം. അല്ലാതെ നിങ്ങൾ അവിടെ ഈ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ചിലപ്പോൾ ഇതൊക്കെ പറയാനാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ നീളം കൂടി പോകും. ചുമ്മാ തമാശ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ആളുകൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്ത് ഇടുന്നതെന്ന് ഞാൻ ആലോചിക്കും. വളരെ കഷ്ടപ്പെട്ടാണ് ഇത്രയുമൊക്കെ വലിയ ടൈപ്പ് ചെയ്തൊക്കെ ഇടുന്നത്, വലിയ സ്മൈലിയൊക്കെ വെച്ചിടും. അതായത് ഒരു സ്ഥലം പോലും KSRTC ബസ് സ്റ്റാൻഡിൽ കിടക്കുന്നവന്റെ വാസ്തുവിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പം ഇതൊക്കെ എന്താണ് ചെയ്യാൻ? ഞാൻ ഇതിനെ പറയാൻ പറ്റുന്ന ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ അറിയിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയുക എന്നുള്ളത് മാത്രമേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് കാര്യം ഇത്തരം ആർക്കും മറുപടി പറയേണ്ട ആവശ്യമുണ്ടോ? ഇനി സർ, മൈ ഹൗസ് ഈസ് വെസ്റ്റ് ഫേസ് ഹൗസ് ആൻഡ് വിത്ത് കോമ്പൗണ്ട് വാൾ. അവർ കാർ പോർച്ച് ഇൻ ദ നോർത്ത് വെസ്റ്റ് കോർണർ ഇഫ് അറ്റാച്ച്ഡ് ടു ദ വെസ്റ്റ് ദ നോർത്ത് കോമ്പൗണ്ട് വാൾ നോട്ട് ടച്ചിങ് ദ ഹൗസ് ഈസ് ഇറ്റ് ഹാവ് എനി പ്രോബ്ലം? കുഴപ്പമില്ല. കാർ പോർച്ച് നിങ്ങൾ നോർത്ത് വെസ്റ്റ് നല്ലത് തന്നെയാണ്. കോമ്പൗണ്ട് വാൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും പറയുന്ന പോലെ പിശാചി വിധിയുമായിട്ട് അതിന് ബന്ധം വരും. അതുകൊണ്ട് ടച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു വിഷയമില്ല, അതിനെപ്പറ്റി പറയേണ്ട, കറക്റ്റ് സ്ഥാനത്ത് തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഇതിനടുത്ത ചോദ്യം ഗണപതിയെ കുറിച്ചാണല്ലോ. ഗണപതിയുടെ വലത്തോട്ട് തുമ്പിക്കൈയുള്ള ഫോട്ടോ വയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്തരം കാര്യങ്ങളുടെ എക്സ്പെർട്ട് അല്ല. താന്ത്രികമായിട്ടുള്ള ഇത്തരം വ്യാഖ്യാനങ്ങൾക്ക് ഞാൻ മുതിരുന്നില്ല. അതിന് നിങ്ങൾ അത്തരത്തിൽ പൂജയും കാര്യങ്ങളും ഉപാസനയും ഇത്തരം താന്ത്രിക വൈദഗ്ധ്യമുള്ള ആൾക്കാരോട് ചോദിക്കുക. അങ്ങനെയുള്ള എൻ്റെ ഗണപതി എന്നുള്ളതാണ് എനിക്ക് പ്രാധാന്യം. അത് തുമ്പിക്ക് വലത്തോട്ടോ ഇടത്തോട്ടോ എന്നുള്ളതിനെ പറ്റി ഞാൻ ഇതുവരെ പലപ്പോഴും ശ്രദ്ധിക്കാറ് പോലും ഇല്ല കേട്ടോ. ഉള്ള കാര്യം പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗണപതി കാണുമ്പോൾ ഗണപതി നോക്കൂ, തുമ്പിക്ക് എങ്ങോട്ട് വെച്ചിരിക്കുന്നത് നോക്കൂ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഗണപതിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഗണപതി എന്ന് പറയുന്നത് വളരെ ഭക്തി നമ്മൾ ഉദ്ദീപിക്കുന്ന ഒരു മൂർത്തിയാണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ശക്തിയാണ്. അപ്പം അതുകൊണ്ട് അത് തുമ്പിക്കൈ എങ്ങോട്ടിരിക്കുന്നു എന്നൊക്കെ ഉള്ളത് ഏതെങ്കിലും താന്ത്രികമായിട്ടുള്ള അറിവുള്ള ആളുകളോട് വീടിനുമായിട്ട് വാസ്തുവിലെങ്ങും അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടില്ല കേട്ടോ. വീട്ടിൽ ഗണപതി വെക്കുമ്പോൾ തുമ്പിക്കൈ ഇങ്ങോട്ടിരിക്കണം എന്നൊന്നും വാസ്തുവിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇത് മറ്റ് അറിവുള്ള അങ്ങനത്തെ മൂർത്തികളുടെ പ്രത്യേകത എന്താ, അല്ലെങ്കിൽ മൂർത്തി ആ ഫോമിൽ ഇരിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്നുള്ളത് നല്ലൊരു താന്ത്രിക അറിവുള്ള ഒരാളെ കോണ്ടാക്ട് ചെയ്ത് അദ്ദേഹത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് അറിയാമെങ്കിൽ പോലും ഞാൻ പറയാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല ഈ കാര്യം ഇതിന് എൻ്റെ എക്സ്പെർട്ടൈസ് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ എക്സ്പെർട്ടൈസ് കുറവുള്ള ഇതിൽ ഞാൻ എന്തിനാ അഭിപ്രായം പറയുന്നത്. സെപ്റ്റിക് ടാങ്കിലേക്കുള്ള പൈപ്പ് ലൈൻ കന്നിമൂലയിൽ കൂടി കൊണ്ടുവരാമോ? ഇത് നല്ല ചോദ്യമാണ് കേട്ടോ. ഇത് പ്രാക്ടിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കന്നിമൂല ചുറ്റി പൈപ്പ് കൊണ്ടുവരുന്നതിൽ ഒരു കുഴപ്പമില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാര്യം നമ്മൾ പലപ്പോഴും വടക്ക് കിഴക്ക് മൂലയിൽ കൂടെ കൊണ്ടുപോകും. വടക്ക് കിഴക്ക് മൂലയിൽ ഈശാന കോണം എന്ന് പറയുന്നത്. അപ്പം അവിടെ കൂടെ കൊണ്ടുപോകാം, കന്നിമൂലയിൽ കൂടെ കൊണ്ടുപോകൂടെ എന്ന് ചോദിക്കുന്നത് ഇത് ഫ്ലോയിങ് ആണ്. അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പാടില്ല. ഞാൻ എപ്പോഴും പറയും കന്നിമൂലയിൽ മാൻഹോൾ കൊടുക്കരുത്. നിങ്ങൾ പൈപ്പ് ഇട്ട് കൊണ്ടുവെക്കോ, കന്നിമൂല ഭാഗത്ത് മാൻഹോൾ വരാതെ മാൻഹോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്ത് മാൻഹോൾ കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു റിട്ടൻഷൻ ആക്ടിവിറ്റി നടത്തും. ഈ പറഞ്ഞ വേസ്റ്റ് ഫ്ലോയെ
വേസ്റ്റ് വാട്ടറിനെ അവിടെ റിട്ടേൺ ചെയ്യുന്ന ഒരു പരിപാടിയില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം അതുകൊണ്ട് അത് ചെയ്യാം. പിന്നെ അടുത്ത ചോദ്യം, വീട്ടിൽ ഗണപതി ഭഗവാന്റെ വിഗ്രഹം വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈസ്റ്റ് ഫേസ് ചെയ്ത് വയ്ക്കാമോ? ഞാനത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. ഈസ്റ്റ് ഫേസ് വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. വയ്ക്കാമോ എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അമ്പലത്തിന്റെ രീതിയിലുള്ള കാര്യങ്ങളെ ഒന്നും ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. ഇനി സൗത്തിൽ വരുന്ന വഴിമുട്ടിന് പരിഹാരം പറഞ്ഞു തരാമോ? ഇത് വിശദമായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇതിന് നോക്കണം, പ്ലാൻ നോക്കി. നിങ്ങൾ ഈ വഴിമുട്ടെന്ന് പറയുന്നതിന്റെ എക്സ്റ്റെൻഡ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ ഇതിലൊരു കമന്റ് പറയാൻ പറ്റുള്ളൂ, അതിന്റെ സൊല്യൂഷനും പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു കമന്റിൽ പറയാൻ പറ്റുന്ന മറുപടി അല്ല ഈ ചോദ്യം എന്ന് പറയുന്നത്. വായുകോണിൽ ഗോവണി സ്റ്റെയർ വന്നാൽ ദോഷമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പ്രശ്നം, വായുകോണിൽ ആസച്ച് വാസ്തുപ്രകാരം ദോഷമൊന്നും പറയുന്നില്ലെങ്കിലും നമ്മൾ ഏറ്റവും നല്ല പൊസിഷൻ എപ്പോഴും സൗത്ത് വെസ്റ്റ് ആ സെക്ടറിലേക്ക് പോകുന്നതാണ്. സൗത്ത് സെക്ടറിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഈ വടക്ക് ഭാഗത്തേക്ക് പോകുന്നത് ഒരു കാരണവശാലും പടിഞ്ഞാറ് ഭാഗം നല്ലതാണ്. പക്ഷെ വടക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ വടക്ക് ഭാഗത്തേക്ക് റൈസ് കൂടി വരുന്ന വെയിറ്റ് വരുന്ന ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരിക്കലും സ്റ്റെയർ പാടില്ല എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ അടുത്ത ചോദ്യം, മെയിൻ ഡോർ ഗേറ്റ് ആണോ ഉദ്ദേശിച്ചത് എന്ന്. മെയിൻ ഡോർ തെക്ക് കിഴക്ക് ഭാഗത്ത് പ്രവേശനമാകാമോ എന്ന് ചോദിച്ചത് മെയിൻ ഡോർ ആണോ ഗേറ്റ് ആണോ എന്ന് രണ്ടും നോക്കണം. അതിൽ ഞാനിപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് മെയിൻ ഡോറിലേക്കുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ മറ്റേ ഗേറ്റ് ഉണ്ടെങ്കിലും ആ ഒരു കാര്യം നമ്മൾ ആ പ്രിൻസിപ്പിൾ നോക്കേണ്ടതായിട്ടുണ്ട്. വീടിന്റെ തെക്ക് വശത്ത് ഡ്രെയിനേജ് ടാങ്ക് വയ്ക്കാമോ? ഒരിക്കലും ചെയ്യരുത്. തെക്ക് ഭാഗത്ത് കുഴികൾ ഡിപ്രഷൻസ് വരാതിരിക്കുക, ഡ്രെയിനേജ് ഒരിക്കലും വരാതിരിക്കുക. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊന്നും ഒരിക്കലും ഡ്രെയിനേജ് വരാൻ പാടില്ല. തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് നീ ചില സമയങ്ങളിൽ ചില സൊല്യൂഷൻ പിറ്റൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ തെക്ക് ഭാഗത്ത് ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പം അത് അടുത്ത ചോദ്യം, അവാർഡുകൾ എവിടെ വെക്കണമെന്ന് വീട്ടിൽ ഈസ്റ്റ് വാൾ ഓർ നോർത്ത് വാൾ അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആ വീഡിയോ തന്നെ വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഈസ്റ്റ് വാളിൽ വയ്ക്കുന്നുണ്ടോ നോർത്ത് വാൾ വയ്ക്കുന്നുണ്ട് ദോഷമൊന്നുമില്ല. പിന്നെ എന്താണ് അഡ്വാൻറ്റേജ്, അവാർഡുകൾ വീണ്ടും കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് നിങ്ങളത് ചെയ്തോ, അതാണ് നല്ലത്. പിന്നെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വിഷയത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു ചോദ്യം കയറി വന്നിട്ടുണ്ട്. ബെഡ്റൂമിന്റെ ഡോർ നീചസ്ഥാനത്ത് വന്നാൽ സൊല്യൂഷൻ എന്താണ്? ഫ്ലാറ്റ് വാസ്തു ഡീറ്റെയിൽ ആയി വീഡിയോ ഇടാമോ? ഫ്ലാറ്റ് വാസ്തുവിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാം, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നീച സ്ഥാനമെന്ന് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ബെഡ്റൂമിന്റെ ഡോർ നീചസ്ഥാനത്ത് വന്ന അങ്ങനെയൊന്നും ബെഡ്റൂം ഡോറിലേക്കൊന്നും സ്ഥാനം വിശകലനമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഒരു പ്ലാനിങ് നമുക്ക് ഇതിനകത്ത് നമ്മൾ കൊണ്ടുവരുന്ന കോൺസെപ്റ്റ് തന്നെ ഒരുപാട് കോംപ്രമൈസുകൾ ചെയ്തിട്ടാണ് പല കോൺസെപ്റ്റുകളും മോഡേൺ ആർക്കിടെക്ചറിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അതിനിടയിൽ കൂടെ നമ്മൾ വാതിലിന്റെ പൊസിഷനിലും നീചസ്ഥാനം ഉച്ചസ്ഥാനം ഒക്കെ നോക്കി നിൽക്കും. ഞാൻ ഒരിക്കലും അങ്ങനെ, ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ അതിന് ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഞാൻ വീട്ടിലേക്കുള്ള പ്രവേശനം മാത്രമാണ് കൂടുതലും ശ്രദ്ധിക്കുക. വീടിനുള്ളിലുള്ള മുറികളിലെ ഡോറുകളിലെ പൊസിഷനെ ഞാൻ അത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് കാണാറില്ല. പിന്നെ കഴിയുന്നതും പറ്റുന്ന രീതിയിൽ നമ്മളതിനെ ഇത് എടുക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും അത് പറ്റാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാര്യം റിക്വയർമെന്റ് ആണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ഒരാളുടെ റിക്വയർമെന്റ് ആണ് വീടിന് വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് മീറ്റ് ചെയ്യുന്നത്. അത്തരം സിറ്റുവേഷനിൽ ആ റിക്വയർമെന്റിനെ കൃത്യമായിട്ട് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് എങ്ങനെ ആ ഒരു പ്ലാനിൽ കൊണ്ടുവരാം എന്നുള്ള ചാലഞ്ചാണ് നമ്മളിപ്പോൾ, ഞാനെന്നല്ല ഏത് ഡിസൈനറും നോക്കുന്നത് അങ്ങനെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ പറഞ്ഞ വാതിലിന്റെ സ്ഥാനം എന്ന് പറയുന്നത് മെയിൻ ഡോർ, അതിന്റെ സ്ഥാനം കൃത്യമായിട്ട് നോക്കുക. ഔട്ട് സൈഡ് എക്സിറ്റ് ഡോറിന്റെ നിങ്ങൾ നോക്കിയോ. പക്ഷെ എല്ലാ ബെഡ്റൂമിന്റെയൊക്കെ ഡോറിന്റെയൊക്കെ സ്ഥാനങ്ങളൊക്കെ നോക്കി ഡോർ ചെയ്യാൻ നിന്ന് നിങ്ങൾക്ക് ബെഡ്റൂമിൽ ഡോർ വയ്ക്കാൻ പറ്റില്ല ചില സമയങ്ങളിൽ, അത് മനസ്സിലായിക്കൂടാ. ഇനി ഒരാൾ ചോദിച്ചിരിക്കും, ട്രേഡിംഗ് ബിസിനസ് പ്രോഗ്രസിന് വാസ്തു വീഡിയോ ചെയ്യാമോ? അത് നല്ല ചോദ്യമാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ട്രേഡിംഗ് ബിസിനസ് ഉദ്ദേശിച്ച് ഷെയർ ട്രേഡിംഗ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ബിസിനസ്സാണ്. എല്ലാ ബിസിനസിനെയും ബേസ് ചെയ്ത് വീഡിയോ ചെയ്യാൻ പറ്റില്ല. ജനറലി ബിസിനസ്സിന് നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റി ഞാൻ പറയാം. അതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ഈ കാര്യം കൂടെ ഞാൻ മനസ്സിൽ വെച്ചിരിക്കാം, അതും കൂടെ അഡ്രസ്സ് ചെയ്യാം. ആ ചോദ്യം കൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് പോവാം. ഓക്കെ. ഇനി ഒരാൾ പ്രകൃതി നൽകുന്ന വാസ്തു സൂചനകളെ പറ്റി പറഞ്ഞു. ഉപ്പൻ ചെമ്പോത്ത് എന്ന ബേർഡിനെ വീട്ടു പരിസരത്ത് കണ്ടാൽ നല്ലതാണെന്ന് പറയുന്നത് ശരിയാണോ? പ്ലീസ് റിപ്ലൈ. തീർച്ചയായിട്ടും ഉപ്പൻ വളരെ നല്ലതാണ്. ഉപ്പനെ പലപ്പോഴും വൈൽഡ് ആനിമലുടെ കൂട്ടത്തിലാണ് പെടുത്തുന്നെങ്കിലും ഉപ്പൻ ഏറ്റവും സാത്വികമായിട്ട് നമ്മൾ വാസ്തുവിന്റെ ആംഗിളിലായാലും മറ്റ് ലക്ഷണശാസ്ത്രത്തിൽ പറഞ്ഞാലും ഉപ്പനെ വളരെ
ഒരു നല്ല പോസിറ്റീവ് സൈനായിട്ടാണ്. ഉപ്പൻ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്, അത് മനസ്സിലാക്കുക. പിന്നെ ഉപ്പൻ ചെമ്പോത്തെന്നാണ് ചില സ്ഥലങ്ങളിൽ പറയുന്നത്. ഉപ്പൻ വളരെ നല്ലതാണ് കേട്ടോ. വിധിക്കിന്റെ പരിഹാരം അതിനെപ്പറ്റി പറഞ്ഞ വീഡിയോയിൽ ഇത് എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എഫക്റ്റീവ് ആണെന്ന് തന്നെ പറഞ്ഞത്. എഫക്റ്റീവ് അല്ലാത്തൊരു കാര്യം നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങളെ മാറ്റം വരും എന്ന രീതിയിലല്ല. 1-2 ആളുകൾ ചെയ്തത് വെച്ചിട്ടും കിട്ടുന്ന അനുഭവങ്ങളെ പറ്റിയൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷമാണ് ഇത് പറയുന്നത്, അല്ല വെറുതെ അങ്ങനെ പറയുന്നതല്ല. ഇനി അടുത്ത ചോദ്യം, ഇക്കാലത്ത് എന്തിനാ വാസ്തവം എന്നുള്ള ചോദ്യത്തിനകത്താണ് ഈ കട്ടിള ഇരട്ട അക്കം ആവണമെന്ന് പറഞ്ഞു കേട്ടു. അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ? തീർച്ചയായിട്ടും ചെയ്യാം. അത് നമുക്ക് വിശദമായിട്ട് അതിൻ്റെ എണ്ണത്തിനെ പറ്റി ഞാൻ പറയാം. കാര്യം പലർക്കും ഒരു കൺഫ്യൂഷനുള്ള കാര്യമാണ്. ആക്ച്വലി ഇതൊരു ന്യൂമറോളജിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പോയിന്റാണ്. അതിനെ നമ്മളൊരു ഒരാൾക്ക് ഫേവറബിൾ ആവുന്നത് ഏത് എണ്ണം, അതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന തിയറി. അല്ലാതെ നമുക്ക് ജനറലി ഇരട്ട എണ്ണം രണ്ടതാണോ, ഇത് ഈ പറഞ്ഞ പോലെ വിശാലമായി കിടക്കുന്ന വാസ്തുവിന്റെ പുസ്തകങ്ങൾക്ക് ഈ പല കാര്യങ്ങളും പലരും പറഞ്ഞിട്ടുണ്ടാവാം. അതെല്ലാം ഇപ്പൊ ശരി ഒതന്റിക് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ ആ ഇൻഫർമേഷൻ ഉണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും ഞാൻ നോക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. കഴിഞ്ഞ നമ്മൾ കുറേ ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞു, കുറേ ആളുകളുടെ പുച്ഛം ഉള്ള ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറഞ്ഞു. അപ്പൊ ഇനി പുച്ഛം ചോദ്യങ്ങളെ നമ്മൾ അർഹിക്കുന്ന പുച്ഛത്തോടെ തന്നെ തള്ളിക്കളയും. പക്ഷെ നമ്മൾ മാനിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വീഡിയോയെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാരും വാസ്തു പഠിക്കാനും ആ ശാസ്ത്രത്തിന്റെ ദിവ്യത മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം മിഷൻ. അല്ലാതെ മറ്റ് പരിഹാസം ഇടുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് വെറുതെ സമയം കളയുന്നില്ല. നല്ല ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. കാര്യം എല്ലാം കൂടെ ഉത്തരം പറയാന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യേണ്ടി വരും. ഞാൻ പറ്റുന്ന രീതിയിലെല്ലാം ചെയ്യാം, പക്ഷെ മറുപടികൾ പറഞ്ഞുകൊണ്ടിരിക്കാം. ഓക്കെ. വടക്ക് ദർശനമുള്ള വീടിന്റെ പ്രധാന വഴി ഈശാന കോണിലൂടെയാണ്. അവിടെ മെയിൻ ഗേറ്റ് വന്നാൽ നല്ലതാണോ സർ? തീർച്ചയായിട്ടും വടക്ക് ദർശനമുള്ള വീടിന്റെ വഴി ഈശാന കോണിലെന്ന് പറഞ്ഞാൽ ഈശാന കോണിലുള്ള പ്രവേശനമാണ് വാസ്തു ഏറ്റവും നല്ല കാര്യമായിട്ട് പറയുന്നത്. ഈശാന കോണിലൂടെയുള്ള പ്രവേശനം വളരെ വളരെ നല്ലതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രവേശനം നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് വിചാരിച്ചുകൊള്ളുക. അപ്പം അടുത്ത ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ ഒരു വീഡിയോയിൽ ആ ചോദ്യങ്ങൾ വരുന്നതിന്റെ കൂട്ടത്തിൽ പറയുന്നേ ഉള്ളൂ. മറ്റുള്ളവർ കൂടെ നിങ്ങളുടെ ഒരു ചോദ്യം അത് അതേ പ്രശ്നം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അതേ ചോദ്യം മനസ്സിലുള്ള ഒരുപാട് ആളുകൾ ചോദിക്കാൻ മടിച്ചു നിൽക്കുന്ന കാര്യങ്ങളും ചില ആളുകൾ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു ചോദ്യത്തിൽ ഉത്തരം പറയുമ്പോൾ മറ്റു കുറച്ച് ആളുകൾക്ക് കൂടെ അത് മനസ്സിലാവുകയും കുറച്ചുകൂടി ആ തത്വം അവരുടെ മനസ്സിൽ ഉറയ്ക്കാനും അത് കാരണമാവുമെന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങളെ ഒരു വീഡിയോയിലൂടെ ഞാൻ വീണ്ടും പറയുന്നതാണ്. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്, കന്നിമൂലയിൽ ഇലക്ട്രിക് പോസ്റ്റ് വന്നാൽ കുഴപ്പമുണ്ടോ? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വീടിന്റെ പുറത്തായിരിക്കും പോസ്റ്റ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മണ്ഡലത്തിൽ അല്ലാത്തത് കൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമല്ല. കന്നിമൂലയിൽ ഇലക്ട്രിക് പോസ്റ്റ് അത്ര നല്ലതൊന്നും അല്ല. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. KCBയോട് നമുക്ക് പറയാൻ പറ്റില്ല എൻ്റെ കന്നിമൂലയാണ് ആ പൈപ്പ് പോസ്റ്റോട് ഇടതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരത് അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് അവരുടെ പോസ്റ്റ് എന്ന് പറയുന്നത് പല അലൈൻമെന്റിനെ നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്തിട്ട് നിങ്ങൾ അതിനെപ്പറ്റി വറി ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം അത് നിങ്ങളുടെ മണ്ഡലത്തിന് പുറത്ത് തന്നെ ആണെന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അതിനെപ്പറ്റി വറി ചെയ്യുകയും വേണ്ട. ഈ പറഞ്ഞ ആളുടെ വീടിനകത്ത് പോലും പോസ്റ്റ് ഇട്ടോ എന്ന് എനിക്കറിയില്ല. അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാറില്ല. ഇനി അതാണോ ചോദിച്ചതെന്ന് അറിഞ്ഞില്ല, അല്ലെങ്കിൽ അതിൽ കെട്ടാത്ത പ്ലോട്ടാണോ എന്നൊന്നും, അതൊക്കെ പല സാഹചര്യങ്ങളാണ്. എനിക്ക് പലയിടത്തും വീടിനുള്ളിലൂടെയൊക്കെ പോസ്റ്റ് ഇടുന്ന പണ്ട് പല സ്ഥലങ്ങളിലൊക്കെ വലിയ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ കറണ്ട് എത്തിക്കാൻ വേണ്ടി വീടിനകത്തൂടെയൊക്കെ പോസ്റ്റ് കൊണ്ടുപോയിട്ടുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പല സ്ഥലങ്ങളിലുണ്ട്. അതൊക്കെ മാറ്റി കൊടുക്കുകയാണ് ഇപ്പോൾ അവർ. ആ കേബിൾ ഇട്ടും ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്, പല രീതിയിലൊക്കെ അത് മാറ്റുന്നുണ്ട്. അപ്പൊ അത് വേറെ വിഷയമാണ്, വാസ്തു സംബന്ധമായിട്ടുള്ള വിഷയമല്ല. ഇനി ആ ചോദ്യം നല്ല ചോദ്യമാണ്. വിധിക്കിൽ വീട് വയ്ക്കാമോ, ദോഷഫലങ്ങൾ വരുമോ? ഞാൻ പറയുന്നത് വിധിക്കെന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ പ്ലോട്ടേ കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയത്, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങാൻ നിങ്ങൾക്ക് അതേ പറ്റിയുള്ളൂ, നിവൃത്തിയില്ലാതെ നിങ്ങൾ വാങ്ങിപ്പോയെങ്കിൽ അതിനെപ്പറ്റി വറി ചെയ്യേണ്ട. നിങ്ങൾ അവിടെ കൃത്യമായിട്ട് വാസ്തു നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു വാസ്തു വിദഗ്ധനെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിക്കുക. അവിടുത്തെ വിധിക്കിന്റെ എഫക്റ്റുകളെ കുറയ്ക്കുന്ന രീതിയിലുള്ള ഡിസൈൻ ആയിരിക്കണം ആ ഡിസൈനിൽ വരേണ്ടത്. അതിന് ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. ഞാൻ വളരെ സിൻസിയറായിട്ട് പറയാൻ, ഞാൻ ഒരുപാട് വിധിക്കുകളിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. കൊടുക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള വാസ്തു വിശകലനം നടത്തിയായിരിക്കും വരയ്ക്കുന്നത്. അപ്പൊ അത് അത്തരത്തിൽ എനിക്ക് വരച്ച് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത്തരത്തിലുള്ള വീടുകൾ
പലരും വച്ചിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോകുന്ന എനിക്ക് ഒരുപാട് അനുഭവങ്ങളും ആളുകളുടെ ഇടയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് വിധിക്കെന്ന് പറയുന്നത് നല്ല കണ്ടീഷനൊന്നും അല്ല. വാസ്തുപ്രകാരം വിധിക്കിൽ വീട് വയ്ക്കാമോ എന്ന ചോദ്യത്തിൽ തന്നെ വേറൊരു കുഴപ്പമുള്ളതെന്നറിയാമോ? ഈ വിധിക്കെന്ന് പറയുന്നത് വസ്തുവിലല്ല. വിധിക്കെന്ന് പറയുന്നത് വീട്ടിനെയാണ് നമ്മൾ നോക്കുന്നത്, വീട് എങ്ങോട്ട് ഫേസ് ചെയ്യുന്നത്. അപ്പം വിധിക്കിൽ വെക്കണം എന്ന് ഒരു സംഭവം വരുന്നത് എപ്പോഴാണ്? നമുക്കിപ്പോൾ ഒരു പ്ലോട്ട് ചെറുതായി പോയി, അപ്പോൾ ഡയറക്ഷൻ തിരിച്ച് നമുക്ക് ഓറിയന്റ് ചെയ്യുമ്പോഴത്തേക്കും ബാക്കി വീടിന്റെ ഭാഗം അപ്പുറത്തെ പ്ലോട്ടിലോട്ട് പോകുന്ന അവസ്ഥ വന്നാലാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്ലോട്ടിലും കൃത്യമായ ഡയറക്ഷൻ നോക്കി വയ്ക്കാം, വിധിക്ക് വരില്ല. ഒരു വസ്തുവിൽ നിങ്ങൾ നിൽക്കുമ്പോൾ കോമ്പസ് വയ്ക്കുമ്പോൾ, വസ്തുവിന്റെ സെൻട്രലിൽ പോയി നിന്ന് കോമ്പസ് വയ്ക്കുമ്പോൾ വിധിക്ക് കാണുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ കൺസ്ട്രക്ഷനിൽ പരിഹരിക്കാം. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ വയ്ക്കേണ്ടത് ഇങ്ങനെ ഓറിയന്റ് ചെയ്ത് വിധിക്ക് മാറ്റാം. അതിന് വസ്തു കുറച്ച് കൂടുതൽ വേണം, ഇല്ലെങ്കിൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറിയ പ്ലോട്ടുകൾ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് പരിഹരിച്ചുകൊണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അതിന് നമുക്ക് പരിഹരിച്ച് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഇനി സീലിംഗ് ഇന്റീരിയർ ചെയ്യുമ്പോൾ നല്ല ചോദ്യമാണ്. സീലിംഗ് ഇന്റീരിയർ ചെയ്യുമ്പോൾ ഹൈറ്റ് കുറഞ്ഞാൽ പ്രശ്നമാണോ? ഹൈറ്റ് കുറഞ്ഞ സീലിംഗ് നോർത്തിലാണോ വരേണ്ടത് എന്നൊക്കെ ചോദ്യമുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ചോദ്യം ഹൈറ്റ് കുറഞ്ഞാൽ പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അത് ഈ പറഞ്ഞ ഹൈറ്റ് കുറയ്ക്കുന്നത് നല്ലൊരു കാര്യം വാസ്തുവിൽ കൃത്യമായി 3 ഡയമെൻഷനിലായിട്ടാണ് നമ്മൾ ഇതിന്റെ ഒരു കണക്ക് പറയുന്നത് പലപ്പോഴും. അപ്പൊ പലപ്പോഴും പൊക്കത്തിന്റെ കണക്ക് നമ്മൾ പറയാറില്ലെങ്കിലും 3 ഡയമെൻഷൻ സ്റ്റാൻഡേർഡ് ഹൈറ്റ് ഫോളോ ചെയ്ത് പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഹൈറ്റ് കുറയുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് പഴയ വീട്ടിലൊക്കെ ശ്രദ്ധിച്ചറിയുമ്പോൾ ഹൈറ്റുകൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല. നമുക്കിപ്പോൾ വിഡ്ത്തോ ലെങ്തോ കോംപ്രമൈസ് ചെയ്താലും ഹൈറ്റ് കോംപ്രമൈസ് ചെയ്തതിന്റെ കാരണം അതാണ്. നമുക്ക് ചിന്തിക്കാം, നമുക്കൊരു സ്പേസിൽ ഇരിക്കുമ്പോൾ ആ സ്പേസ് ഹൈറ്റ് കുറയും തോറും നമ്മളുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് ആ സിഗ്നൽ എന്ന് പറയുന്നത് ഈ കൺജസ്റ്റഡ് ഫോമിലേക്ക് നമ്മൾ പോകും. അത് നമ്മുടെ ആക്ഷൻസിന് വളരെ ബാധിക്കും. അതുകൊണ്ട് ഹൈറ്റ് കുറയ്ക്കേണ്ട. സീലിംഗ് ഹൈറ്റ് നിങ്ങൾ സീലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വീടിന്റെ ഹൈറ്റ് കൂട്ടിയിട്ട് സീലിംഗ് ഹൈറ്റ് വരുമ്പോൾ ഫിനിഷ്ഡ് ഹൈറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് ഹൈറ്റ് ഉള്ള രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുക. ഇനി നോർത്തിൽ ഹൈറ്റ് കുറച്ച് താന്നിരുന്നതുകൊണ്ട് കുഴപ്പമൊന്നും, നല്ലതാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണത്. പിന്നെ വാതിൽ തുറന്നാൽ മറ്റൊരു വാതിൽ എന്നുള്ള വീഡിയോയിൽ ഫ്ലാറ്റുകളിൽ ഇതുണ്ട്, എന്താണ് പരിഹാരം? ഇത് ശരിക്കും ഫ്ലാറ്റുകളിലെ ഡിസൈനിലേക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ പരിഹാരം ഇതിനകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജനറലായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അലൈൻമെന്റിൽ വാതിലിനെ തന്നെ നമുക്ക് ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് ചെറിയൊരു എന്തെങ്കിലും ഒരു ക്ലാഡിങ് പോലെ കൊടുത്തിട്ട് വാതിലിന്റെ സൈസ് അടുത്ത് നേരെ ഇപ്പൊ ഈ ഒരു വാതിൽ ഇപ്പൊ നേരെ വരുന്ന വാതിൽ ഒരേ ലൈനിൽ ഒരേ സെന്ററിൽ വന്നാൽ മാത്രമേ നിങ്ങൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന്റെ കട്ടള അല്ലെങ്കിൽ ആ ഫ്രെയിമിൽ നമ്മൾ ചെറിയൊരു ക്ലാഡിങ് വല്ലതും കൊടുത്ത് അതിന്റെ സൈസ് ഓപ്പണിംഗ് സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടിന്റെയും സെന്റർ പോയിന്റ് മാറും. ഇതാണ് ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള നല്ല സൊല്യൂഷൻ. ഇത് മാറിക്കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു മധ്യമവേദം എന്നുള്ള സംഭവം മാറും കേട്ടോ. അപ്പൊ അതുകൊണ്ട് വാതിലെടുത്ത് മാറ്റുക അല്ലെങ്കിൽ വാതിലിനെ ഇത് ചെയ്യുന്നല്ല, വാതില് ഒന്നുകിൽ വലുതാക്കുക അല്ലെങ്കിൽ ചെറുതാക്കുക. വലുതാക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല, സ്വാഭാവികമായിട്ടും വാതിലിനെ ചെറുതാക്കുക. എല്ലാ വാതിലും ഒരുമിച്ചല്ല, 2 വാതിലും ചെറുതാക്കണമെന്നല്ല. ഏതാണോ വിധിക്കിലേക്ക് വേണ്ട ഒരെണ്ണം മാറ്റി കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നം നമുക്ക് മാറും. നോർത്ത് ഫേസിങ് വീടിന്റെ നോർത്ത് സൈഡിൽ ഹാൾ റൂം, അതിന്റെ നോർത്ത് വെസ്റ്റ് കോർണർ, സൗത്ത് വെസ്റ്റിംഗ് പൂജ ഷെൽഫ് നോർത്ത് ഫേസ് ചെയ്ത് പ്രാർത്ഥിക്കാമോ? വടക്ക് ഫേസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വടക്ക് ഫേസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് കുബേരനെ പ്രാർത്ഥിക്കുമ്പോൾ ധനമുണ്ടെന്ന് പറയുന്ന പോലെ നമുക്ക് നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മൾ ജനറലി നമ്മളെപ്പോഴും നമ്മൾ നേരെ കിഴക്കോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടോ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതേ ഉള്ളൂ. പക്ഷെ നോർത്ത് ഫേസിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയും വേണ്ട. അഗ്നികോണിൽ ബെഡ്റൂം ആകാമെന്ന വീഡിയോയിൽ വന്ന കമന്റാണ്. കോർണർ ചേർന്ന് വഴി ഗേറ്റ് അവിടെ വന്നാൽ കുഴപ്പമുണ്ട്. അഗ്നികോണിൽ ഗേറ്റ് വന്നാലുള്ള കുഴപ്പമാണ് ചോദിക്കുന്നെങ്കിൽ അഗ്നികോണിൽ ഗേറ്റ് വരുന്നത് നല്ലതല്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. സൗത്ത് ഈസ്റ്റ് അഗ്നിമൂലയല്ലേ, അവിടെ അക്വേറിയം വയ്ക്കാമോ എന്നുള്ള ചോദ്യം. അഗ്നിമൂല എന്ന് ഞാൻ സൗത്ത് ഈസ്റ്റ് സെക്ടറിൽ ഫിഷ് ടാങ്കിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടായിരിക്കും അങ്ങനെ. അതൊരു മോഡേൺ വാസ്തു അല്ലെങ്കിൽ ഫെങ്ഷുയിലൊക്കെ പറയുന്ന നല്ല ഒരു കാര്യമായിട്ട് പറയുന്നതുകൊണ്ട് അതിൽ പറയുന്നത് നല്ലതാണ്. ചില സ്ഥലങ്ങൾ പ്രത്യേകിച്ച് ഗോൾഡ് ഫിഷ് പോലുള്ള ഫിഷുകളെ വളർത്താൻ അഗ്നികോൺ ഭാഗം നല്ലത്. അഗ്നി സെക്ടർ സൗത്ത് ഈസ്റ്റ് സെക്ടറാണ്. ഈ അഗ്നികോണിൽ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് കിച്ചണാണ് വെക്കണമെങ്കിൽ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് കിച്ചൺ ഇല്ലാത്ത ചില സ്ഥലങ്ങളിൽ ഉള്ള കാര്യമാണ് ഈ പറയുന്നത് പലപ്പോഴും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അത് ജനറലായിട്ട് പറയുന്നതല്ല, ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു കേസിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്.
സെപ്റ്റിക് ടാങ്കിന്റെ പ്രശ്നം പറ്റി പറഞ്ഞൊരു വീഡിയോക്കകത്ത് ടൗണിൽ 3 സെന്റ് വീട് വയ്ക്കുന്നവർ എന്ത് ചെയ്യും, അവിടെ പ്ലോട്ടിന്റെ കിടപ്പനുസരിച്ച് പ്രാക്ടിക്കലായി നോക്കിയിട്ടേ കാര്യമുള്ളൂ. അദ്ദേഹം പറയുന്നത് ശരിയാണ്, പ്രാക്ടിക്കലായിട്ട് നോക്കണം. പക്ഷേ നമുക്ക് എത്രത്തോളം ഈ വാസ്തുവിന്റെ പ്രിൻസിപ്പിൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് പറയുന്നത് നോക്കുന്നതായിരിക്കും നമുക്ക് അതിനകത്ത് വാസ്തുവിന്റെ ഒരു വെയിറ്റേജ് കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പൊ ചെറുതായി പോയെന്ന് വെച്ചിട്ട് ഞാൻ 2 സെന്റിൽ വീട് വരച്ചു കൊടുത്തിട്ടുണ്ട് വാസ്തു പ്രകാരം. ഉള്ള കാര്യം പറയാം, കാര്യം അത് പ്രാക്ടിക്കലി പറയാൻ പോയി അതൊരിക്കലും ചെയ്യാൻ പറ്റില്ല. 2 സെന്റിൽ അത് ചിലർ പറയും 2 സെന്റിലേക്ക് എങ്ങനെയാ വാസ്തു പറ്റും. 2 സെന്റ് എന്നല്ല, 1 സെന്റിലും പറ്റും. പക്ഷെ നമ്മൾ അതിനെ ആ പ്ലോട്ടിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമ്മുടെ വീടിന്റെ ചുറ്റ് എങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ചിട്ടാണ് ഈ വാസ്തു എല്ലാം കൊണ്ടുവരുന്നത്. അതിനാണ് വാസ്തുവിൽ കൃത്യമായി ചുറ്റിന്റെ നിർവചനങ്ങളുള്ളത്. അല്ലാതെ എല്ലാം നമ്മൾ ഈ പറഞ്ഞ തെങ്ങിനും കമുകിനും ഒരു ഇത് എന്ന് പറയുന്ന പോലെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ് അങ്ങനെ എല്ലായിടത്തും ഒരേപോലത്തെ വാസ്തു ആപ്ലിക്കേഷൻ ലെവലിലുള്ള നോളേജ് ഉണ്ടെങ്കിൽ 1 സെന്റിലോ 2 സെന്റിലോ എല്ലാം വാസ്തു വയ്ക്കാൻ പറ്റും. ആപ്ലിക്കേഷൻ ലെവലിലെ നോളേജ് ഇപ്പം എനിക്ക് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടും അത്തരത്തിൽ ഞാൻ ആപ്ലിക്കേഷൻ ലെവലിലെ നോളേജ് ഗെയിൻ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാനിത് വെറുതെ വരയ്ക്കുകയോ പറയുകയോ മാത്രം ചെയ്യുന്നതല്ല, ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. 26 വർഷമായിട്ട് വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിലാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കൽ സൊല്യൂഷൻസിന് എനിക്ക് പഞ്ഞമില്ല എന്ന് മനസ്സിലാക്കുക. വീടിന്റെ കിഴക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് കുഴപ്പമുണ്ടോ, എന്താണ് പരിഹാരം? കിഴക്ക് ഭാഗത്ത് വടക്ക് കിഴക്ക് ഭാഗമാണെങ്കിൽ വിഷയമാണ്. കിഴക്ക് ഭാഗം നിങ്ങൾ പറയുമ്പോൾ അത് തെക്ക് കിഴക്കാണോ വടക്ക് കിഴക്കാണോ എന്നുള്ളതും കൂടെ നോക്കണം. കൃത്യം കിഴക്കാണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ പോകും. പക്ഷെ വടക്ക് കിഴക്കോ തെക്ക് കിഴക്കോ മാറി രണ്ടിനും 2 തരത്തിലുള്ള എഫക്റ്റ് ഉണ്ട്. വടക്ക് കിഴക്ക് വളരെ ദോഷമാണ്, തെക്ക് കിഴക്കിലേക്ക് പോകുമ്പോൾ വേറെ തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് മാറ്റാൻ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഒരു ചോദ്യം, നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ചോദ്യം ഈ വീഡിയോയിൽ, അതുകൊണ്ട് പറഞ്ഞോട്ടെ. വാസ്തുവും മൊബൈലും തമ്മിൽ ബന്ധമുണ്ട്, ഏത് വാസ്തുതത്വത്തിലാണോ അതോ 2025 വാസ്തു ആണോ എന്ന് പറഞ്ഞ ചോദ്യത്തിന് ഞാൻ അതിലൊരു ക്ലാരിറ്റിയോട് കൂടി ഞാനൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പറയുന്ന കാര്യങ്ങളെ നമ്മൾ വാസ്തുവിന്റെ പ്രിൻസിപ്പളിനെ കണ്ടംപററി ആയിട്ട് അപ്ലൈ ചെയ്ത് പറഞ്ഞാൽ, അപ്പം ഈ ഇദ്ദേഹം ചോദിക്കുന്ന 2025 പുതിയ വാസ്തു വന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഈ വാസ്തു എന്ന് പറയുന്ന ആദ്യം എന്താണെന്ന് മനസ്സിലാക്കുക. വാസ്തു ഒന്ന് പ്രിൻസിപ്പിൾ ബേസ്ഡ് ആണ്, അല്ലാതെ കുറെ കോൺസെപ്റ്റുകൾ മാത്രമല്ല. ആ പ്രിൻസിപ്പിളിൽ മൊബൈൽ എന്ന ഗാഡ്ജറ്റ് ഏത് പ്രിൻസിപ്പിളിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ നോക്കിയിട്ടാണ് അത് പറഞ്ഞത്. അല്ലാതെ വെറുതെ ഇരുന്ന് നമ്മൾ വെറുതെ ഒരു പുതിയതായിട്ടൊരു സാധനം ഉണ്ടാക്കി പറഞ്ഞതല്ല. ഓരോ കാര്യങ്ങൾക്കും എന്താണ് നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പുതിയ ഗാഡ്ജറ്റ്സിൽ ഇതെങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഇതെല്ലാം. ഹോം തിയേറ്ററിന്റെ കാര്യം പറഞ്ഞു, ഹോം തിയേറ്റർ ഒന്നും ഒരിക്കലും വാസ്തുവിലുള്ള കാര്യങ്ങളല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് പറയുന്നതിന് ആ ഒരു ആസ്പെക്റ്റിൽ എടുക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കമന്റ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു കമന്റ് റിയാക്ഷൻ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.